ഹലോ മക്കളെ, യെസ് അവിനാമിസ് ആണ്. അപ്പൊ നിങ്ങളിപ്പം 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന മക്കളാണല്ലേ. വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടോ? മിസ്സിന് ഓർമ്മയുണ്ടോ? മിസ്സിനെ മറന്നുപോയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിലും ഇതും കമന്റ് ചെയ്യാം. അപ്പൊ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന മക്കളാണ് അല്ലേ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാ വന്നത്? പോട്ടെ, നമ്മളെ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ച് തന്നെ പോകുന്നുണ്ടാകും അല്ലേ. ഇനി വിഷു ഒക്കെ വരാൻ പോവാണ്. നിങ്ങൾ പടക്കൊക്കെ വാങ്ങിക്കുവോ? അപ്പൊ നന്നായിട്ട് തന്നെ വെക്കേഷനൊക്കെ പോയിക്കൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യേണ്ട ടൈമാണ് അല്ലേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിൽ പല ആളെന്നല്ല എല്ലാ ആൾക്കാർക്കും എന്താണ് ഓരോ കുഞ്ഞു കഴിവുകളൊക്കെ ഉണ്ടാകും അല്ലെ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് കേട്ടിട്ടില്ലേ? അതെ, നമുക്ക് അങ്ങനെയുള്ള കുഞ്ഞു ചിലക്ക് പാട്ട് പാടാനായിരിക്കും, ഡാൻസ് കളിക്കാനായിരിക്കും, ചിത്രം വരയായിരിക്കും അല്ലെ, പെൻസിൽ ആർട്ടായിരിക്കും, ബോട്ടിൽ ആർട്ടായിരിക്കും. അങ്ങനെ കുഞ്ഞു കഴിവുകൾ ഉണ്ടാകും. ഇതുപോലെ സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ പോകുന്നവരുണ്ടാകും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 2 മാസം കൊണ്ട് നന്നായിട്ട് അതൊന്നും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് വലിയ കാര്യമായിട്ട് എന്താ ചെയ്യാ, പഠിക്കാനൊന്നും ഇല്ല അല്ലെ. അതിന്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, ബുക്ക് തൊടാറില്ലല്ലോ, ബുക്ക് തൊടാറേ ഉണ്ടാവില്ല, പേപ്പറിന്റെ കഷ്ണം കണ്ട അങ്ങോട്ടേക്ക് പോവില്ലല്ലോ. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണ്, നമുക്ക് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന സാധനം എഡ്യൂക്കേഷൻ തന്നെയല്ലേ. നമ്മൾ എപ്പോഴും അതിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പം 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അല്ലെ, 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വീണ്ടും പഠനം നമ്മളെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടച്ചും എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടു പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കുകളൊന്നും വായിക്കണ്ട എന്നല്ല മിസ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കുറച്ചായിട്ട് വായിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ പുറമെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് അറിയാത്ത കാര്യങ്ങളുണ്ട് അല്ലെ. എല്ലാ മക്കളും ഒരുപോലെയല്ല. ഇപ്പൊ മിസ്സിനായാലും കുറെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കുറെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൈമിലാണ് പഠിച്ചെടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് പോയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും അല്ലെ. വെക്കേഷനൊക്കെ മാക്സിമം അടിച്ചു പൊളിക്കട്ടെ മിസ്സേ, സ്കൂളിൽ പോയിട്ട് എന്തായാലും പഠിക്കേണ്ടതല്ലേ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്കൂളിൽ പോകുമ്പം ആദ്യം ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അറിയാവോ, ബേസിക് ആയിട്ടുള്ള മാത്സ് അറിയാമോ, അ ഇ ഈ അല്ലെ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നിങ്ങൾക്ക് അറിയാമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലവർക്ക് അത് എഴുതാൻ പറ്റാണ്ടുണ്ടാവും, ചിലവർക്ക് അത് എഴുതാൻ പറ്റും, എന്നാലും വേറെ കുറെ കാര്യങ്ങൾ അറിയാതെ ഉണ്ടാകും. അതിനാണ് നമ്മൾ ബേസിക്സ് ഇല്ലാത്തത് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബേസിക് എന്ത് ചെയ്യണം, ബേസിക് നിങ്ങൾ നന്നായിട്ട് ഇവിടുന്ന് തന്നെ ഉറപ്പിക്കണം. ഓക്കെ, ബേസിക് നന്നായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മേലെ കെട്ടി പടർത്തുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പോവുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം, ബേസിക്സ് ഉറപ്പിക്കണം. ഈ ബേസിക്സ് അറിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ നല്ല വ്യക്തതയുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇപ്പോഴും തന്നെ പഠിക്കണം. ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കേണ്ട ടൈം മിസ് നിങ്ങൾക്ക് പറഞ്ഞാലോ? യെസ്, അതായത് വെക്കേഷൻ ആണ്, അടിച്ച് പൊളിക്കണം മിസ്, അതിനൊന്നും പറയുന്നില്ല. ഒരു ദിവസം ഓരോ മണിക്കൂർ നമുക്ക് പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചൂടെ അല്ലേ. നമുക്ക് പ്രയോറിറ്റി നമ്മളെ എഡ്യൂക്കേഷൻ തന്നെയാണ് അല്ലേ. ചില മക്കളൊക്കെ ഇപ്പോഴും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പം ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് മാറ്റി വെക്കാം. അതായത് നമ്മൾ എഡ്യൂപോർട്ടിന് എന്തുണ്ട്, സൂപ്പർ ബാച്ച് നമ്മൾ 11th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്ലാസ് 6 സൂപ്പർ ബാച്ച് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബാച്ചിൽ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒന്നാമത്തെ കാര്യമാണ് റെക്കോർഡഡ് വീഡിയോസ്. എല്ലാ ചാപ്റ്ററിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ്. ഓരോ ചാപ്റ്ററും കുഞ്ഞു വീഡിയോസ് ആയിട്ടായിരിക്കും എന്തുണ്ടാവാം, യെസ്, നമ്മളെ ആപ്പിൽ ഉണ്ടാകുക. ആ ഓരോ വീഡിയോസ് കണ്ടാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാകും, അഡാപ്റ്റും ചെക്ക് പോയിന്റ്സും. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ടൈം ടേബിൾ നമ്മൾ തരും, അതുപോലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെന്റേഴ്സ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ മെന്റേഴ്സൊക്കെ വിളിച്ച് നിങ്ങളോട് ചോദിക്കും, അത് പഠിച്ചിട്ടുണ്ടോ, ഇത് പഠിച്ചിട്ടുണ്ടോ, ഇന്ന് ഏതായിരുന്നു ലൈവ്, ഈ ലൈവ് അടിപൊളിയായിട്ട് കണ്ടോ, മിസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നൊക്കെ. നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ, നിങ്ങളൊരു അമ്മേനെ പോലെ, നിങ്ങളൊരു ചേച്ചിനെ പോലെ, നിങ്ങളെ മിസ്സിനെ പോലെ എന്ത് ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടാകും, ഓരോ ചാപ്റ്ററും സൂം ലൈവുകൾ ഉണ്ടാകും. ആ സൂം ലൈവുകൾ നമ്മൾ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ സൂം ലൈവുകൾ കണ്ടക്ട് ചെയ്യാം.
ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടാകും, ഒരു ചാപ്റ്ററിലെ 2 ടൈപ്പ് എക്സാംസ് ഉണ്ടാകും. ഒന്ന് MCQ ടൈപ്പും ഒന്ന് എന്താണ്, ഒന്ന് MCQ ടൈപ്പും ഒന്ന് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇത്രയും വർക്കിലൂടെയാണ് നമ്മൾ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമും വരുന്നില്ലേ? യെസ്. അപ്പോൾ ഓണം എക്സാമിൻ്റെ മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്രിസ്മസ് എക്സാം, പിന്നെ അതുപോലെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ എക്സാം, ഇത്രയും നിങ്ങൾക്ക് എന്തുണ്ടാകും? നമ്മളെ എജുപോർട്ടിൻ്റെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും. കൂടാതെ ഒരു AI നമ്മളെ എജുപോർട്ടിൻ്റെ ആപ്പിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഡൗട്ടൊക്കെ AIനോട് ചോദിക്കാം. അതുപോലെ വേറൊന്നും കൊണ്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് കാണുന്നതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നതിന് ഒരു ഗെയിം പോലെ നിങ്ങൾക്ക് കോയിൻസ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. നല്ല രസത്തിൽ നമ്മൾ ആപ്പിൽ പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പം ആപ്പിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രൈസാണ് ഇത്. 2599 കേട്ടോ. ഈ ഒരു ഓഫർ ആദ്യത്തെ 2000 സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നാളെയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെ നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. നാളെ ഇല്ല, നാളെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. വെക്കേഷൻ നിങ്ങൾ അടിച്ചു പൊളിക്കണം എന്ന് തന്നെയാണ് മിസ് പറയുന്നത്. ബട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിത്തവും വിടാൻ വേണ്ടി പാടില്ല. ഓക്കെ. അപ്പം നമ്മൾ ലിങ്ക് എവിടെ ഉണ്ടാകും? ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അഥവാ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു നമ്പർ കണ്ടോ, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾ ഈ ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. ഈ ഒരു ചാനലിലാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. ഓക്കെ. താങ്ക്